ഹായ് ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ യൂട്യൂബിൽ ഒരു ലെങ്തി വീഡിയോ ഇട്ടിട്ട് ഏകദേശം ഒരുപാട് ദിവസമായിട്ടാണ്. അപ്പോൾ ഞാനിന്നൊരു ലെങ്തി വീഡിയോ ഇടാൻ വേണ്ടി പോവാണ്. സംഭവം എന്താണെന്ന് പറഞ്ഞാൽ, ഞാൻ ഇടുന്ന എല്ലാ വീഡിയോൻ്റെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് ഒരാളെങ്കിലും ഒരാൾ ചോദിക്കാറുണ്ട്, വീട് പണി എന്തായി, വീട് പണിൻ്റെ വിശേഷങ്ങൾ എന്താ പറയാത്തതെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഞാനിന്ന് എൻ്റെ ഈ ഒരു പണി നടക്കുന്ന വീടിൻ്റെ ഹോം അപ്ഡേഷൻ വീഡിയോ ആണ് ചെയ്യാൻ വേണ്ടി പോണത്. ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്, വീട് പണിക്ക് എത്ര കോസ്റ്റായി, എത്ര രൂപയായി, വീട് പണി, വീടിൻ്റെ ഉള്ളൊക്കെ എങ്ങനെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്, എത്ര റൂമുണ്ട്, കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് മെസ്സേജ് അയക്കാറുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ, പിന്നെ കമൻറ്റ് ബോക്സിൽ കമൻറ്റൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് വീട് പണിൻ്റെ ഉള്ളിൽ എങ്ങനെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്, വീട് പണിക്ക് എത്ര രൂപയായി എന്നൊക്കെ ഞാൻ ഈ വീഡിയോയിൽ പറയാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ വീഡിയോയ്ക്ക് പോവാം. വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ ഇതാണ് വീടിൻ്റെ ഇപ്പോൾ പുറത്ത് നോക്കിയാലുള്ള വ്യൂ കേട്ടോ. 1x കാണിച്ചു തരാം. ഇതാണ് വീട് ഇപ്പോൾ പുറത്ത് നോക്കിയാലുള്ള ഇപ്പോഴത്തെ വ്യൂ കേട്ടോ. ചുവട്ടത്തെ പണിയെല്ലാം കഴിഞ്ഞു, മേലെയും കെട്ടിക്കഴിഞ്ഞു. അതിന് മേലെ വാർക്കാനുണ്ട്, ഈ ഭാഗത്തൊക്കെ മേലെ വാർക്കാനുണ്ട്. 4 ദിവസം 5 ദിവസമായിട്ടുള്ളൂ കെട്ടി കഴിഞ്ഞിട്ട് കേട്ടോ. പക്ഷേ വീട് മൊത്തം കെട്ടിക്കഴിഞ്ഞു എന്ന് വെച്ച് പറഞ്ഞാൽ കാണാൻ എന്താ ഇങ്ങനെ ഉണ്ടാവും. ഇതാണ് വീടിൻ്റെ 3D മാപ്പ്. ഇതുവരെ ഏത് വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടില്ല. ഇതാണ് ഫസ്റ്റ് ടൈമായിട്ട് കാണിക്കുകയാണ് ഈ ഒരു ഹോം അപ്ഡേഷൻ വീഡിയോയിൽ കേട്ടോ. മേലത്തെ ഈ ഒരു റൂം ഇങ്ങനെ ഗ്ലാസ് വെച്ചിട്ട് അതിൽ മേലെ കർട്ടൻ ഇട്ടിട്ട് ആ ഒരു സെറ്റപ്പിൽ ചെയ്യാനാണ് പ്ലാൻ ഇപ്പോൾ. അപ്പോൾ അതാണ് ഇങ്ങനത്തെ ഒരു ഡിസൈൻ കേട്ടോ. വീട് മൊത്തം പണിയെല്ലാം കഴിഞ്ഞു പറഞ്ഞാൽ ഇങ്ങനെ ഉണ്ടാവും കാണാൻ. അത് ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു കാണിക്കുന്നത് കേട്ടോ ഈ വീഡിയോയിൽ. ഇത്രയും വീഡിയോ വീടിൻ്റെ ചെയ്തിട്ടുണ്ടെങ്കിലും ഇതിലാണ് 3D മാപ്പ് കാണിക്കുന്നത് വീട്. അപ്പോൾ ഇങ്ങനെ ഉണ്ടാവും വീട് കാണാൻ പണിയെല്ലാം കഴിഞ്ഞാൽ. അപ്പോൾ ഇതാണ് വീടിൻ്റെ 3D കേട്ടോ. അപ്പോൾ വീട് പണിയെല്ലാം കഴിഞ്ഞു വെച്ച് പറഞ്ഞാൽ ഇതുപോലെ ഉണ്ടാവും വീട് കാണാൻ. അപ്പോൾ ഈ 3D നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇഷ്ടപ്പെട്ടു എന്ന് വെച്ച് പറഞ്ഞാൽ കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ ഇതാണ് വീട് ദൃഷ്ടി തട്ടാണ്ടിരിക്കാൻ വേണ്ടി ഇന്നലെ വാങ്ങി വെച്ചാണ്. ഇന്നലെ അല്ല, കുറച്ച് ദിവസമായി വാങ്ങി വെച്ചിട്ട്. അപ്പോൾ അത് കാണിച്ചിട്ട് വീഡിയോ തുടങ്ങാം. അപ്പോൾ ഇതാണ് വീടിക്ക് കയറുന്നതിന് മുന്നേ ഇതാണ് വീടിൻ്റെ സിറ്റ് ഔട്ട് കേട്ടോ. ഇനി സിറ്റ് ഔട്ടിന് ഇവിടെ കുറച്ച് പണികളൊക്കെ വരാനുണ്ട്, അത് ചെയ്തിട്ടില്ല. ഇവിടെ ഇങ്ങനെയൊക്കെ ആയിട്ട് പണികൾ വരാനുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത വലിപ്പമുള്ള ഒരു സിറ്റ് ഔട്ടാണ് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് സിറ്റ് ഔട്ട് കഴിഞ്ഞ് വീട്ടിൽ കയറുമ്പോൾ ഇതാണ് എൻ്റെ ഒരു പുതിയ വീടിൻ്റെ ഹാള്. ഇതാണ് പുതിയ വീടിൻ്റെ ഹാള് കേട്ടോ. പിന്നെ ഹാളിനോട് ചേർന്നിട്ട് തന്നെ എന്തിനാണ് ഈ ഒരു ഗ്യാപ്പ് വെച്ചിരിക്കണമെന്ന് ചോദിച്ചാൽ, ഇവിടെ വീട് പണി ചെയ്യണതിന് തുടങ്ങുന്നതിന് മുന്നേ ഇവിടെ ഒരു ഷെൽഫ് വയ്ക്കുക, വീട്ടിലൊരു ഷെൽഫ് വേണമെന്നായിരുന്നു ആദ്യത്തെ പ്ലാന്. പക്ഷേ വീട് പണി ഇങ്ങനെ കാണുമ്പോഴാണ് പിന്നെയാണ് എനിക്ക് മനസ്സിലായത് ഇവിടെ ഒരു ഷെൽഫ് വെച്ച് പറഞ്ഞാൽ കാണാൻ ചിലപ്പോൾ ഒരു വൃത്തികേട് ഉണ്ടാവുമെന്ന്. വൃത്തികേടല്ല, ഭംഗിക്ക് ഒരു കമ്മി ഉണ്ടാവുമോ എന്നൊരു തോന്നൽ. കാരണം ഇവിടെ ഇങ്ങനെ കയറി വരുമ്പോൾ തന്നെ ഇവിടെ ഫസ്റ്റ് ഇവിടെ ഒരു ഷെൽഫ് വെച്ച് പറഞ്ഞാൽ ഇവിടെ സോഫ കാര്യങ്ങളൊക്കെ ചെയർ എന്തെങ്കിലുമൊക്കെ ഇടുക പറയുമ്പോൾ ഇവിടെ ഒരു തടസ്സമാവും. അപ്പോൾ ഇവിടെ ഇങ്ങനെ കാണുമ്പോൾ ഒരു എന്താ പറയുക, ഒരു ഭംഗിയില്ലാത്ത പോലെ. അപ്പോൾ ഇത് മിക്കവാറും കട്ടയൊക്കെ എടുത്തിട്ട് മൂടാനാണ് പ്ലാന്. അപ്പോൾ ഇതാണ് വീടിൻ്റെ ഹാള്. ഇത് ഷെൽഫിൻ്റെ സംഭവമാണ്, അത് മൂടും കേട്ടോ. ഇതാണപ്പോൾ വീടിൻ്റെ ഹാള് കേട്ടോ. ഏകദേശം കുഴപ്പമില്ല. ഇവിടം തൊട്ട് ഇങ്ങനെയാണ് ഹാള് വരുന്നത് കേട്ടോ. അതാണപ്പോൾ ഹാള്. മേലെയൊക്കെ ലൈറ്റ് കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ ഈ വീടിന് ആകെ 4 റൂമാണുള്ളത്. അതിൽ ഏറ്റവും വലിയ റൂം, ഈ വീട്ടിൽ 4 റൂമാണുള്ളത്. അതിൽ ഏറ്റവും വലിയ റൂം എന്ന് പറയുന്നത് ഈ ഒരു റൂമാണ്. കയറി വരുമ്പോൾ വീട്ടിൽ നിന്ന് ഇങ്ങനെ കയറി വന്നിട്ട് ഈ ഒരു റൂം കേട്ടോ. ഇതാണ് മാസ്റ്റർ ബെഡ്റൂം. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു വലിയ ബെഡ്റൂമാണ്. എൻ്റെ വീട്ടിൽ തന്നെ, ഈ ഒരു വീട്ടിൽ തന്നെ ഏറ്റവും വലിയ റൂമാണ് കേട്ടത്. ഇതാണ് വലിയ റൂം. അപ്പോൾ ഇത് അച്ഛനും അമ്മയ്ക്കും വേണമെന്നാണ് പറയുന്നത്. ചുവട്ടത്തെ ഫ്ലോർ ആയതുകൊണ്ട്, വലിയ റൂമും ആയതുകൊണ്ട് അച്ഛനും അമ്മയ്ക്ക് ഈ റൂം വേണമെന്നാണ് പറയണത്. അത്യാവശ്യം ഈ ഒരു കോർണറിൽ കാണിച്ചു തരാം. അത്യാവശ്യം വലിയൊരു റൂമാണ്. ഇതിപ്പോൾ ഈ കല്ലും കട്ടയൊക്കെ ഇങ്ങനെ തേക്കാത്തതുകൊണ്ട് അതിൻ്റെ വലിപ്പം ഫോണിൽ കണ്ടോന്ന് അറിയില്ല. പക്ഷെ എന്നാലും അത്യാവശ്യം നല്ല വലിയ റൂമാണ് കേട്ടോ. റൂമിനോട് ചേർന്നിട്ട് തന്നെ ഇങ്ങനെ ഒരു ബാത്റൂമും കൊടുത്തിട്ടുണ്ട്. വൈഡിലെടുക്കുന്നതുകൊണ്ട് എല്ലാം അത്യാവശ്യം ക്ലിയർ ഉണ്ടാവുമോ എന്ന് എനിക്കറിയില്ല. വീഡിയോ എടുക്കുമ്പോൾ അറിയണില്ല ക്ലിയർ ഉണ്ടാവുമോ എന്ന്. ഇവിടെ തന്നെ ഒരു ബാത്റൂം, ഈ റൂമിനോട് ചേർന്നിട്ട് ബാത്റൂം ഉണ്ട് കേട്ടോ. ലൈറ്റ് വീട്ടിൻ്റെ ഉള്ളിലേക്ക് വരാത്തതുകൊണ്ടേ, എന്താ പറയുക, ലൈറ്റ് ഉള്ളിലേക്ക് വരാത്തതുകൊണ്ട് ക്ലിയർ ഉണ്ടാവുമോ എന്ന് അറിയില്ല. അത് കഴിഞ്ഞ് പറഞ്ഞാൽ രണ്ടാമത്തെ റൂം. ഇവിടെ നിന്ന് ഇതൊരു റൂം. അത് കഴിഞ്ഞ് പറഞ്ഞാൽ ഇങ്ങനെ വന്ന് പറഞ്ഞാൽ ഇവിടെയൊക്കെ ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് ഇതാണ് വീട്ടിൻ്റെ രണ്ടാമത്തെ റൂം കേട്ടോ. ചുവട്ടത്തെ ഫ്ലോറത്തെ രണ്ടാമത്തെ റൂം. ഇത് അത്യാവശ്യം ചെറുതും അല്ല വലുതും അല്ല എന്ന് പറയുന്ന ഒരു റൂമാണ്. ഈ ഒരു കോർണറിൽ നിന്ന് കാണിച്ചു തരാം കറക്റ്റായിട്ട്, എപ്പോഴും മനസ്സിലാവുള്ളൂ. ഇതാണ് രണ്ടാമത്തെ റൂം. ചെറിയ റൂമാണ്. 10x10 റൂം പറയില്ലേ, 10x10 ആ റൂമാണ് തോന്നുന്നു. ആ റൂം തന്നെ 10x10 അങ്ങനെ പറയാൻ തോന്നണോ. പക്ഷേ ഈ ഒരു റൂമിനോട് ചേർന്നിട്ടും എന്താ പറയുക,
അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂം ചെറിയ റൂമാണ്. ആ റൂമിനെ വെച്ച് അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇത് ഭയങ്കര ചെറിയ റൂമാണ്. പക്ഷെ എന്നാലും ഈ റൂമിനും ഒരു അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ട്. അപ്പോൾ ഇത് ഇവിടെയും 1 2 3 4 ലൈറ്റ് വരും കേട്ടോ മേലെ. അങ്ങനെ കുഴപ്പമില്ല, അത്യാവശ്യം. എന്നാലും അഡ്ജസ്റ്റ് ചെയ്യും. ഒരു കട്ടിള്, പിന്നെ ഒരു കട്ടിള്, ഒരു ടേബിള്, അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ വെക്കാനുള്ള സ്ഥലം ഉണ്ടാവുള്ളൂ ഈ റൂമിൽ കേട്ടോ. പക്ഷേ ഈ റൂമിൽ അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള റൂമാണ്. ഇത് അടയ്ക്കണം. അത് കഴിഞ്ഞ് പറഞ്ഞാൽ ഇവിടെയാണ് മെയിൻ കാര്യം. ഇവിടെ നിന്ന് ഇത് കണ്ടില്ലേ, ഇവിടെ നിന്ന് ഇവിടം വരെ ഒരു എന്താ പറയുക, പറഹോളയാണ് അങ്ങനെ എന്തോ ഒരു സാധനം വെച്ചിട്ട് ഈ ഒരു ഹാളിനെ ഡിവൈഡ് ചെയ്യും. ഇതൊരു ഹാളായിട്ടും ഇവിടെ ഒരു ഡൈനിങ് ഏരിയ ആയിട്ടും വരും. അപ്പോൾ ഈ ഒരു ചുമരുന്ന് ഇവിടം വരെ, ഏകദേശം ഇവിടം വരെ ആയിട്ട് ഒരു പറഹോള സെറ്റ് ചെയ്യും. പറഹോള ഞാൻ ഈ വീഡിയോൻ്റെ ഇതിൽ എന്താണെന്ന് അറിയാത്തവർക്ക് കാണിച്ചു തരാം കേട്ടോ. ഒരു ഇമേജ് ഇടാം ഞാനിവിടെ, പറഹോള എന്താ സംഭവം എന്നുള്ളത്. അപ്പോൾ ഇവിടെ നിന്ന് ഇവിടം വരെ ഒരു പറഹോള സെറ്റ് ചെയ്തിട്ട് ഈ ഒരു ഹാളിനെയും ഇവിടെയും കൂടെ എന്താ പറയുക, ഡിവൈഡ് ചെയ്യുന്ന ഒരു സ്ഥലമാണ് പറഹോള. അപ്പോൾ അത് അവിടെ നിന്ന് ഇങ്ങനെ വരും. അത് കഴിഞ്ഞിട്ട് ഈ കിച്ചനായിട്ട് ഇവിടെ വരും കേട്ടോ. കിച്ചൺ എന്ന് പറയുന്നത് ഇവിടെ ആയിട്ട് വരും. ഇവിടെ ഒരു സ്ലാബ് വരും. എന്താ പറയുക, ഇവിടെ വെച്ചിട്ട് ഈ പാത്രങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്ലാബ് ഇവിടെ നിന്ന് ഇങ്ങനെ കുറച്ചും കൂടെ തള്ളും. മേലെ ഇവിടെ കുറച്ച് ലൈറ്റുകൾ വരും. ഒരു ഹാങ്ങിങ് ലൈറ്റൊക്കെ ഇല്ലേ, അത് ഹാങ്ങിങ് ലൈറ്റ് വരും. പിന്നെ ഇവിടെ ഒരു സ്ലാബ് കേട്ടോ. അങ്ങനെ ഇതാണ് അടുക്കള. വൈഡിലാണ് ഇട്ട് കാണിക്കുന്നത്. എല്ലാം ക്ലിയറായിട്ട് കാണുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. പക്ഷേ ഈ ലൈറ്റില്ലാത്ത സ്ഥലത്ത് പോയി പറഞ്ഞാൽ ഒരു ബ്ലർ പോലെയും കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് വീടിൻ്റെ ഹാള് കേട്ടോ. മേലെ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ വയ്ക്കാൻ വേണ്ടിയിട്ട്, ചട്ടിയും പാത്രങ്ങളൊക്കെ എടുത്ത് വയ്ക്കാൻ വേണ്ടിയിട്ട് എന്താ പറയുക, സ്ലാബൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇവിടെയൊക്കെ കിച്ചൻ്റെ മറ്റേ ഇതൊക്കെ ഇല്ലേ, കിച്ചൺ അടുപ്പ് വയ്ക്കേണ്ട സാധനങ്ങളൊക്കെ ഇവിടെ വയ്ക്കും. അതൊക്കെ ഇനി ബാക്കി ചെയ്യാനുണ്ട്. അത് കഴിഞ്ഞ് വെളിയിലേക്ക് വരുമ്പോൾ ഇത് ഒരു സ്റ്റോർ റൂം പോലെ കേട്ടോ. ഇവിടെയൊക്കെ വർക്കുകൾ വരാനുണ്ട്. ഇവിടെ ഒരു ഗ്രില്ല് വരും. ഗ്രില്ല് ഡോറാണ് വരുന്നത്, ഗ്രില്ല് ഡോർ കേട്ടോ. അപ്പോൾ അത് അവിടെ അതിൻ്റെ ഒന്നും കൊടുത്തില്ല. അതിന് ഗ്രില്ല് ഡോറ് അതിന് ശേഷം കൊടുക്കണം. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഫ്ലോറത്തെ പണി. ഇത്രേ ഉള്ളൂ ഫസ്റ്റ് ഫ്ലോറത്തെ. അതായത് കയറി വരുമ്പോൾ തന്നെ ഇത് ഹാള്. ഇവിടെ ആയിരിക്കും ടി.വിൻ്റെ TV യൂണിറ്റില്ലേ, TV യൂണിറ്റ് കാര്യങ്ങളൊക്കെ ഇവിടെ ആയിരിക്കും. അപ്പോൾ ഇവിടെ നിന്നിട്ട് ഇവിടെ ഇരുന്നിട്ട് ഒന്നില്ലെങ്കിൽ ഇവിടെ പറഹോള വരും പറഞ്ഞില്ല, ആ പറഹോളയിലായിരിക്കും ചിലപ്പോൾ TV ഉണ്ടാവും. പക്ഷേ ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു വ്യൂ കാണുമ്പോൾ TV അവിടെ വെച്ച് പറഞ്ഞാൽ ചിലപ്പോൾ കാണാൻ ചിലപ്പോൾ അലമ്പായി ഉണ്ടാവും. അപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് ഇവിടെ TV വയ്ക്കാമെന്നാണ് കേട്ടോ. ഇവിടെ ഒരു TV യൂണിറ്റ് വെച്ച് പറഞ്ഞാൽ ഇവിടെ ഇരുന്നിട്ട്, ഇവിടെ ഇങ്ങനെയൊക്കെ ഇരുന്നിട്ട് ഇവിടെ ഇങ്ങനെ കാണാമല്ലോ. അപ്പോൾ ഇവിടെ ഒരു TV യൂണിറ്റ് വരും കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറത്തെ കാര്യങ്ങൾ. അതായത് അത് ഹാള്, ഇവിടെ നിന്ന് കയറി വരുമ്പോൾ തന്നെ ഒരു റൂം, അത്യാവശ്യം മാസ്റ്റർ ബെഡ്റൂമാണിത്, അറ്റാച്ച്ഡ് ബാത്റൂം അവിടെ, ഹാള്. പിന്നെ അവിടെ ഒരു 10 റൂം, അതിൽ തന്നെ അറ്റാച്ച്ഡ് ബാത്റൂം. പിന്നെ ഇവിടെ നിന്ന് ഇങ്ങനെ എന്താ പറയുക, പറഹോള സെറ്റ് ചെയ്തിട്ട് അതും ഇതും കൂടെ ഡിവൈഡ് ചെയ്യും. ഇതും മാറ്റിയതിന് ശേഷം ഇവിടെ ഡൈനിങ് ഏരിയ കേട്ടോ. 4 എന്താ പറയുക, 4 കമ്പിയുള്ള ജനൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു ഡൈനിങ് ഏരിയ, അത് കിച്ചൺ, അപ്പുറത്ത് സ്റ്റോർ റൂം. പിന്നെ ഇവിടെ ഈ തട്ടൊക്കെ വെച്ചിട്ട് ഫുഡ് വയ്ക്കാനുള്ള, പാത്രങ്ങളൊക്കെ വെക്കാനുള്ള ഒരു സ്ലാബൊക്കെ വെക്കും. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ എടുത്തിട്ട് ഇവിടെ നിന്ന് കഴിക്കുക. നമ്മളങ്ങനെ സ്റ്റോർ റൂമിൽ നിന്നിരുന്നിട്ട്, ഡൈനിങ് ഏരിയയിൽ നിന്നിട്ടൊന്നും ഭക്ഷണം കഴിക്കില്ല. പക്ഷേ ആരെങ്കിലുമൊക്കെ വന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു സെറ്റപ്പ് ഇട്ടാ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഫസ്റ്റ് ഫ്ലോറത്തെ കാര്യങ്ങൾ. പിന്നെ ഇവിടെ എന്താ പറയുക, ഇവിടെ മറ്റേ കൈ കഴുകണ മറ്റേ സാധനങ്ങളൊക്കെ ഇല്ലേ, വാഷ് ബേസിൻ, അതാണ് ഇവിടെ വയ്ക്കാൻ പോകണം കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ ഫസ്റ്റ് ഫ്ലോറത്തെ. ഇനി സെക്കൻഡ് ഫ്ലോറത്തെ കാണിച്ചു തരാം. ഇവിടെ നിന്ന് അങ്ങനെ കയറി പോകുമ്പോൾ തന്നെ സ്റ്റെപ്പ് കിട്ടാ. ഈ സ്റ്റെപ്പ് കയറി പോകുമ്പോൾ ഇവിടെ ഒരു സംഭവമുണ്ട്. ഇവിടെ ഞാൻ എൻ്റെ ബുദ്ധിക്ക് വന്നൊരു സാധനമുണ്ട്. ഈ ഒരു സ്ലാബ് ഞാൻ ഇവിടെ വെച്ചിരിക്കുന്നത് വേറൊരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്താണ് ഞാൻ പറഞ്ഞുതരാം കേട്ടോ, ഒരു മിനിറ്റ്. അപ്പോൾ സ്റ്റെപ്പ് കയറിയിട്ട് പോകുമ്പോൾ തന്നെ ഇവിടെ ഒരുപാട് ഗ്യാപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ഗ്യാപ്പ് ഇവിടെ കയറി വരുമ്പോൾ തന്നെ ഇവിടെ ഒരുപാട് ഗ്യാപ്പ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇവിടെ ഒരു സ്ലാബ് വെച്ചു പറഞ്ഞാൽ ഇവിടെ നമുക്ക് റെസ്റ്റ് എടുക്കാനും കാര്യങ്ങൾക്കും ഇങ്ങനെ ഇരിക്കാമല്ലോ. അപ്പോൾ ഇവിടെ ഒരു പ്ലഗ് കൊടുത്തു പറഞ്ഞാൽ ഇവിടെ ചാർജൊക്കെ ചെയ്തിട്ട് ഇങ്ങനെ ഇവിടെ ഒരു സോഫ പോലെയൊക്കെ സെറ്റ് ചെയ്തിട്ട് ഇങ്ങനെ ഇരിക്കാതെ വിചാരിച്ചിട്ട് പണിത് എൻ്റെ ബുദ്ധിയിൽ വന്നൊരു പ്ലാനാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു സ്ലാബ് ഇവിടെ വെച്ചിരിക്കുന്നത്. കയറി പോകുമ്പോൾ തന്നെ അല്ലെങ്കിൽ അവിടെ നിങ്ങൾക്ക് വരുന്ന സമയത്ത് ഇവിടെ റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഏരിയ പോലെ വെറുതെ ഇങ്ങനെ ഇരിക്കാമല്ലോ. കാറ്റും കൊണ്ട് ഇവിടെ ജനലും ഉണ്ട്. അപ്പോൾ അങ്ങനെ കാറ്റും കൊണ്ട് ഇരിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ സെറ്റ് ചെയ്തതാണ് ഈ ഒരു സാധനം കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ ഈ ഒരു കാര്യങ്ങൾ. ഇവിടെ ഇങ്ങനെ സെറ്റ് ചെയ്ത് ഇവിടെ റെസ്റ്റ് എടുക്കാൻ വേണ്ടി ചെയ്ത ഒരു സാധനമാണ് കേട്ടോ. ഇവിടെ കാറ്റും കൊണ്ട്
ഇവിടെ ഒരു പ്ലഗ്, ഇവിടെ ഒരു ചാർജും പ്ലോട്ടൊക്കെ വെച്ചിട്ട് ഇവിടെ ഇങ്ങനെ കിടന്നിട്ടൊക്കെ കാറ്റും കൊണ്ട് ഇങ്ങനെ അടിപൊളിയായിട്ട് ഇരിക്കുക. അപ്പോൾ അതാണ് ആ പരിപാടി. എൻ്റെ തലയിൽ വന്നൊരു ബുദ്ധിയാണത്. അപ്പം അങ്ങനെ ചെയ്തു. അപ്പോൾ അത് കഴിഞ്ഞ് ഇതാണ് സെക്കൻഡ് ഫ്ലോർ പറയുമ്പോൾ സെക്കൻഡ് ഫ്ലോർ അതന്നെ, ഇതാണ് സെക്കൻഡ് ഫ്ലോർ. ഇവിടെ കാര്യമായിട്ടൊന്നുമില്ല. ഇവിടെ കാര്യമായിട്ട് പറയുമ്പോൾ 2 റൂം, ഒരു കോമൺ ബാത്റൂം, ഒരു ഹാള്, ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതിൽ സെക്കൻഡ് ഫ്ലോറത്തെ കുറച്ച് വലിപ്പമുള്ള എന്താ പറയുക റൂമാണ് ഇത് കേട്ടോ. കുറച്ച് വലിപ്പമുള്ള റൂമാണിത്. നമ്മൾ താഴെ കാണിച്ച് മാസ്റ്റർ ബെഡ്റൂം പറഞ്ഞില്ലേ, അതിൻ്റെ അതേ സൈസ് തന്നെയാണ്. പക്ഷെ കുറച്ച് ചെറിയ സൈസ് കമ്മിയാണ് കേട്ടത്. അതിൻ്റെ അത്രയില്ല, പക്ഷെ എന്നാലും കുറച്ചൊരു നൂലിക്ക് സൈസ് കമ്മിയായിട്ടുള്ള റൂമാണ് കേട്ടോ. ഞാനിത് ഇവിടെ നിന്ന് കാണിച്ചു തരാം. ഇതൊക്കെ നിങ്ങൾക്ക് നേരെ കാണുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇതാണ് റൂം കേട്ടോ, ഫസ്റ്റ് സെക്കൻഡ് ഫ്ലോറത്തെ. ഇവിടെ നല്ലൊരു രസമുണ്ടാകും കാണാൻ. പക്ഷേ അറ്റാച്ച്ഡ് ബാത്റൂം ഇല്ല എന്നാണ് ഒരു പ്രശ്നം. എല്ലാവിടെയും അറ്റാച്ച്ഡ് ബാത്റൂം വെച്ച് പറഞ്ഞാൽ പിന്നെ അതിൻ്റെ ഒരു എക്സ്പെൻസ് കൂടുമല്ലോ വിചാരിച്ചിട്ടാണ് എല്ലാ റൂമിലും അറ്റാച്ച്ഡ് വേണ്ട വിചാരിച്ചത്. അപ്പോൾ മേലത്തെ നിലയിൽ ഒരു കോമൺ ബാത്റൂം തന്നെ മതി എന്നാണ് വിചാരിച്ചത്. അങ്ങനെ പ്ലാൻ ഇട്ടാണ്. ആദ്യം എല്ലാ റൂമിലും അറ്റാച്ച്ഡാണ് ഉദ്ദേശിച്ചത്, പക്ഷേ എക്സ്പെൻസ് കൂടും. അപ്പോൾ ഞാൻ പറഞ്ഞപ്പോൾ അങ്ങനെ വേണ്ട, നമുക്ക് മേലെ ഒരു കോമൺ മതി വേണ്ടിട്ട് അങ്ങനെ ചെയ്താണ് കേട്ടോ. അപ്പോൾ അതാണ് കയറി വരുമ്പോൾ തന്നെ ഇവിടെ ഒരു റൂം. അത് കഴിഞ്ഞ് പറഞ്ഞാൽ ഇതൊക്കെ ഹാള്. വെള്ളം നനച്ചിട്ട്, ചുമരിൽ വെള്ളം നനച്ചിട്ട് അവിടെ ഫുള്ള് വെള്ളമാണ് ഇപ്പോൾ, കണ്ടല്ലേ. അപ്പോൾ അത് കഴിഞ്ഞ് പറഞ്ഞാൽ പ്ലക്ക് കൊണ്ട് സൗണ്ട് വരുമോ എന്തോ നടക്കുമ്പോൾ. അത് കഴിഞ്ഞ് പറഞ്ഞാൽ ഇത് ആ റൂം കഴിഞ്ഞു എന്ന് വെച്ച് പറഞ്ഞാൽ നേരെ ഇത് കോമൺ ബാത്റൂം കേട്ടോ. ഇവിടെ ഒരു കോമൺ ബാത്റൂം. ഇവിടെ നിന്നിങ്ങനെ ഒരു ഡിവൈസ് മറച്ചിട്ട് ഇവിടെ നിന്നിങ്ങനെ കോമൺ ബാത്റൂം കേട്ടോ. ഇത് കോമൺ ബാത്റൂമാണ്. അത് കഴിഞ്ഞ് ഈ റൂമിന് ഒരു പ്രത്യേകത ഉണ്ട്. ഈ റൂമായിരിക്കും ചിലപ്പോൾ ഞാൻ എടുക്കുന്ന റൂം. ഈ റൂമായിരിക്കും ചിലപ്പോൾ ഏറ്റവും ഈ വീട്ടിൽ തന്നെ ഭംഗിയുള്ളൊരു റൂം കേട്ടോ. ചിലപ്പോൾ അങ്ങനെ ഉണ്ടാവാനാണ് ചാൻസ്. കാരണം എന്താ പറഞ്ഞാൽ ഈ റൂമിനൊരു പ്രത്യേകത ഉണ്ട്. ഈ റൂം എന്ന് പറയുമ്പോൾ ഇവിടം വരെ ഇതും 10 റൂം തന്നെയാണ്, ചെറിയ റൂം തന്നെയാണ്. പക്ഷേ ഇവിടെ നിന്ന് റൂം ഡിവൈഡ് ആയി പോകും. ഇവിടം വരെ റൂമുള്ളൂ. എന്നിട്ട് ബാക്കി ഇവിടെ ഞാൻ പറഞ്ഞില്ല 3Dയിൽ കാണിച്ചതുപോലെ ഇവിടെ എന്താ പറയുക ഗ്ലാസ് വരും. ഇവിടെ നിന്ന് ഇങ്ങനെ ഗ്ലാസ് തുറന്നിട്ട് ഇവിടെ ഒരു ഗ്ലാസ് വരും. ആ ഗ്ലാസ് തുറന്നു പോയി പറഞ്ഞാൽ ഇവിടെ ആ കല്ല് വെച്ചിട്ട് കണ്ടില്ലേ, അവിടെ നിന്ന് ഈ സ്ഥലം മൊത്തം എന്താ പറയുക ഒരു ബാൽക്കണി പോലെ സെറ്റാവും. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഗ്ലാസ് തുറന്നിട്ട് ഇവിടെ നമുക്കിങ്ങനെ എന്താ പറയുക ഒരു വൈബ് അടിച്ചിട്ട് ഇവിടെ ഇങ്ങനെ ഇരുന്ന് ഇതൊക്കെ കണ്ട് ഒരു സൂര്യാസ്തമയം അവിടെയാണല്ലോ. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ നേരെ നല്ല അടിപൊളിയായിട്ട് ബാൽക്കണിയിൽ ഇരുന്ന് കാണാൻ പറ്റുന്ന ഒരു റൂമായിരിക്കും ഇത്. അപ്പോൾ ഗ്ലാസ് ഉള്ളതുകൊണ്ട് നല്ല വെളിച്ചവും കാര്യങ്ങളെല്ലാം ഏറ്റവും കൂടുതൽ അടിക്കുന്നത് ചിലപ്പോൾ ഈ റൂമിലായിരിക്കും. അപ്പോൾ ഈ റൂം കാണാനായിരിക്കും ഏറ്റവും കൂടുതൽ ഭംഗി. അപ്പോൾ അവിടെ ഇങ്ങനെ ഗ്ലാസ് തുറക്കുക, അപ്പുറത്തെ ബാൽക്കണി പോയിട്ടിരിക്കുക, വൈകുന്നേരം രാത്രിയൊക്കെ അങ്ങനെ ഇരിക്കുക, നല്ല വൈബായിരിക്കും തോന്നുന്നു എനിക്ക്. അപ്പോൾ ഈ ഒരു റൂമായിരിക്കും കാണാനും ഭംഗിയെന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ ഈ ഒരു റൂമിൻ്റെ. ഈ റൂം എനിക്കിങ്ങനെ ഗ്ലാസ് ഇടണം എന്നുള്ളൊരു ആഗ്രഹത്തിൻ്റെ പുറമേ ഈ റൂം അങ്ങനെ ചെയ്തതാണ് കേട്ടോ. എനിക്ക് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞ് ചെയ്യിപ്പിച്ചാണ്. ഈ ഒരു പ്ലാൻ ഇങ്ങനെ മതി, ആ പ്ലാൻ 3D കാര്യം അങ്ങനെ മതി കൊണ്ട് ഞാൻ പറഞ്ഞ് ചെയ്യിപ്പിച്ചാണ്. അപ്പോൾ ആ ഒരു റൂം കാണാൻ തന്നെ അവിടെ ഗ്ലാസ് തുറന്ന് അപ്പുറത്തിരിക്കുമ്പോൾ തന്നെ ഒരു രാത്രിയൊക്കെ പോയിരിക്കാൻ നല്ല രസമായിരിക്കുമല്ലോ. അപ്പോൾ അങ്ങനെ വിചാരിച്ചിട്ട് ചെയ്തതാണ് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് പറഞ്ഞാൽ വീട് കഴിഞ്ഞു. പിന്നെ എന്താ പറയുക വെളിക്ക് വന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ഗ്രില്ലടിക്കും. ഇരുമ്പിൻ്റെ ഗ്രില്ലടിച്ചിട്ട്, ഗ്രില്ലല്ല ഇവിടെ കൈ ഇങ്ങനെ പിടിക്കണ പോലെയുള്ള പിടികളൊക്കെ ഇവിടെ വെച്ചിട്ട് ഇവിടെ ഒരു ബാൽക്കണി അല്ല ഓപ്പൺ ടെറസാണ്. ആ ഒരു ഓപ്പൺ ടെറസ് ഇവിടെ കേട്ടോ. ഇവിടെ ഒരു ഓപ്പൺ ടെറസ്. അത് കഴിഞ്ഞെന്ന് വെച്ച് പറഞ്ഞാൽ ഇവിടെ ഒരു ഓപ്പൺ ടെറസ്. അതും കൂടി കഴിഞ്ഞാൽ വീട് കഴിഞ്ഞു. ഇവിടെ ഒരു ഓപ്പൺ ടെറസ് കേട്ടോ. ഇത്രേ ഉള്ളൂ, പണി കഴിഞ്ഞു. വീടിൻ്റെ പ്ലാൻ മൊത്തം ഇതാണ്. ഇവിടെ ഒരു ഓപ്പൺ ടെറസ്. ഇവിടെ സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഇവിടേക്ക് ഇങ്ങനെ ഇരുന്ന് പാടമല്ല വാഴത്തോടെയൊക്കെ കണ്ടിട്ട് ഇങ്ങനെ ഇരിക്കാൻ തന്നെ അടിപൊളിയാണ്. ഇവിടെയും എന്താ പറയുക വെളിയിൽ നിന്ന് റോട്ടിൽ കൂടെ പോണ വണ്ടികൾ നമ്മുടെ കൂട്ടുകാരന്മാരൊക്കെ ഉണ്ട് പറഞ്ഞാൽ ഇവിടെ നിന്ന് കൈ കാണിക്കുക. അങ്ങനെ അടിപൊളിയാണ്. വാഴത്തോടെയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവിടെ നിന്ന് കാണാനും നല്ലൊരു വൈബാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ എൻ്റെ ഈ ഒരു വീടിൻ്റെ പ്ലാന് കാര്യങ്ങളൊക്കെ കേട്ടോ. ഒരുപാട് പേര് ഞാൻ ഏത് വീഡിയോ ഇട്ടാലും ഒരാളെങ്കിലും കമൻ്റ് ഇടും, വീട് പണി എന്തായി, വീട് പണി വിശേഷങ്ങൾ എന്താണ്, അതിനെപ്പറ്റി പറയുമെന്ന് പറഞ്ഞിട്ട്. എന്താണ് വീട് പണിൻ്റെ എക്സ്പെൻസ് എത്രയായി അതൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് പേര് മെസ്സേജ് അയക്കാറ്. എനിക്ക് എന്താ പറയുക മെസ്സേജ് ആയിട്ട് തന്നെ ഒരുപാട് പേര് അയക്കാറുണ്ട്.
അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ്. എക്സ്പെൻസിൻ്റെ കാര്യം ഞാൻ അടുത്ത വീടിൻ്റെ വീഡിയോ ഇടുമ്പോൾ ഞാൻ എത്ര രൂപയായി ചിലവ് എന്നുള്ള കാര്യം ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം. അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോഴത്തെ എൻ്റെ ഒരു വീടിൻ്റെ പ്ലാന് കാര്യങ്ങളൊക്കെ കേട്ടോ. അപ്പോൾ ഇതാണ് സെക്കൻഡ് ഫ്ലോറ്, അതാണ് ഫസ്റ്റ് ഫ്ലോറ്. അപ്പോൾ വീഡിയോ ഇത്ര നേരം കണ്ട് അവസാനം വരെ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി. അപ്പോൾ ഇഷ്ടപ്പെട്ടു പറഞ്ഞാൽ ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഒരുപാട് സന്തോഷം കേട്ടോ വീഡിയോ എല്ലാവരും കണ്ടതിൽ ലാസ്റ്റ് വരെ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ എൻ്റെ വീടിൻ്റെ പ്ലാന് കാര്യങ്ങളൊക്കെ. വീട് പണി ഇതറിയാൻ വേണ്ടിയിട്ട് ഒരുപാട് പേര് എൻ്റെ ചോദിച്ചിട്ടുണ്ട്, കമൻറ്റ് ബോക്സിൽ ചെയ്തിട്ടുണ്ട്. അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്തത് കേട്ടോ. വീട് പണി എന്തായതുകൊണ്ട് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇതുവരെ എത്ര നേരം വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് സന്തോഷം. താങ്ക് യു. അടുത്ത വീഡിയോയിൽ കാണാം.